ഹായ് എവ്രി വൺ, ഞാനും ജിനു ഇപ്പോൾ ഉള്ളത് ഊർക്കടവ് പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഊർക്കടവ് പുഴ ഉണ്ട്, പുഴൻ്റെ മേലെ നല്ല വലിയൊരു പാലമുണ്ട് കേട്ടോ. അവിടെയാണ് ഞങ്ങൾ രണ്ടാളുള്ളത്. ഞങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോകലാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പുഴയിലേക്ക് നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. നമുക്ക് വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊക്കെ നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടും അല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പിന്നെ പാലത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ പുഴേൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവൾ വേഗം പാറയിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി വെള്ളത്തിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ആളുകളുണ്ട് ആ പാലത്തിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് മീൻ പിടിക്കണേ. ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ഇങ്ങോട്ടൊക്കെ എത്തിയത്, ഇതിലിപ്പോൾ അങ്ങോട്ട് വരിക എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവിടെ ഉള്ള ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ പാലത്തിൻ്റെ താഴെ അതേ സൈഡിലൂടെ ഒരു വഴി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ മീൻ പിടിക്കുന്ന കുറച്ച് ബ്രദേഴ്സിനെ കണ്ടത്. അവർ ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനൊന്ന് കുറച്ച് നേരം പിടിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടോ. പാവം ബ്രദേഴ്സ് എവിടെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയില്ല, അവിടുത്തെ അങ്ങോട്ട് പരിചയമായി. അങ്ങനെ ഞാനും വാങ്ങിയിട്ടോ അത്. ആ ഫിഷിംഗ് റോഡും പിടിച്ച് ഞാൻ കുറേ നേരം നിന്നു കേട്ടോ. പക്ഷെ ഒരൊറ്റ മീനും കിട്ടണില്ല കേട്ടോ. എന്നാലും ക്ഷമയാണല്ലോ നമുക്ക് വേണ്ടത്, ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കി അങ്ങനെ നിന്നിട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു, കാരണം ഏതായാലും നിന്നതല്ലേ, എങ്ങനെയെങ്കിലും ഒരു മീൻ കുടുങ്ങണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് നിൽക്കണത്. നല്ല രസമുണ്ടായിരുന്നു. മീൻ പിടിക്കുക പറഞ്ഞാൽ അതൊരു ക്രൈസാണ് കേട്ടോ. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരുന്ന എൻ്റെ ഒരു ബ്രദറും ഉണ്ട് ഇതേപോലെ മീൻ പിടിക്കാൻ പോകും. അവനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മീൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് കിട്ടൂല. അപ്പോൾ അതൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ് കേട്ടോ മീൻ പിടുത്തം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ, അല്ലാതെ മീൻ ഇഷ്ടം പോലെ പുഴയിലുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ അവർ പിടിച്ച മീനൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്, ഞങ്ങൾ ഇവിടുന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മീനൊക്കെ കുറച്ച് ടീമായിട്ട് വരലാണ് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടിയപ്പോൾ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണിച്ചു തന്ന്, ഫോട്ടോസൊക്കെ കാണിച്ചു തന്ന്. പക്ഷെ ഇന്ന് അവർക്കും മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ വേലിക്കയറ്റും വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞ മാതിരി വെള്ളം കയറി വരുമ്പോഴാണ് അത്ര മീൻ കിട്ടുക കേട്ടോ. അപ്പം മീനും അതേപോലെ വെള്ളത്തിൻ്റെ കൂടെ മീനും അങ്ങനെ ഒഴുകി വരും അത്രേ. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല രസമാണ്. നമ്മൾ വന്നത് കാര്യമായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബ്രദേഴ്സ് പറഞ്ഞു കുറച്ച് അപ്പുറത്ത് പോയാൽ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഫോണിൽ നമുക്ക് വീഡിയോ കാണുമ്പോൾ അത്ര ഇരുട്ടായിട്ട് തോന്നില്ല. ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ആ കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ പോവാമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ വരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഇതുപോലെ വരലുണ്ട് കേട്ടോ. അവിടെ കാണാൻ വേണ്ടിയിട്ടും കാര്യമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുമാണ് വരുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ വേറെ അവിടെ അപ്പുറത്തെ സൈഡിലൊക്കെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ബ്രദേഴ്സ് നമ്മളോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി. ഞാനും ജിനും പിന്നെ ഒരു റീലൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ടാറ്റ പറഞ്ഞ് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.